ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണത്. ഇന്നത്തെ സുവിശേഷം നമുക്ക് പരിചിതമായ ധൂർത്തപുത്രന്റെ ഉപമയാണ് വിവരിക്കുന്നത്. ഒരിക്കലും അവൻ തന്റെ പിതാവിനോട് ആവശ്യപ്പെട്ട സ്വത്ത് ആവശ്യപ്പെടുന്നില്ല. ആ പിതാവാകട്ടെ മറുചോദ്യമൊന്നും ചോദിക്കാതെ തന്റെ മകൻ ആവശ്യപ്പെട്ട ആ സ്വത്ത് നൽകുന്നുണ്ട്. അങ്ങനെ ആ മകൻ ദൂരദേശത്തേക്ക് ആ സ്വത്തുമായി പോവുകയാണ്. അങ്ങനെ അവിടെ അവൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷിക്കുകയും ആ സ്വത്തൊക്കെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാവുകയാണ്. അങ്ങനെ അവന്റെ കയ്യിലുള്ള സ്വത്തെല്ലാം തീർന്നു പോകുന്നുണ്ട്. തന്റെ കൂട്ടുകാരെല്ലാം അവനെ ഉപേക്ഷിക്കുന്നുണ്ട്. ഭക്ഷണമില്ല, താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ അവനൊരു പന്നിക്കൂട്ടിൽ അഭയം തേടുകയാണ്. അവിടെ വെച്ച് അവന് സുബോധം ഉണ്ടാവുന്നുണ്ട്. ഞാൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയല്ലോ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ തന്റെ പിതാവിനോട് ക്ഷമ ചോദിക്കാൻ അവൻ തന്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. വീട്ടിലെത്താറാവുമ്പോൾ തന്നെ ദൂരെ വെച്ച് അവൻ തന്റെ പിതാവിനെ കാണുകയാണ്. ആ പിതാവാകട്ടെ തന്റെ വീടിനെ ഉപേക്ഷിച്ച ആ മകനെ വഴക്കു പറയുന്നതിന് പകരം ആ മകനെ ഓടിച്ചെന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹത്തിന് മുൻപിൽ ആ മകൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തുപോയി, എന്നോട് ക്ഷമിക്കണമേ. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളെ എല്ലാവരെയും ഉപേക്ഷിച്ചു, എന്നെ ആർക്കും വേണ്ട, എനിക്കാരുമില്ല എന്ന ചിന്തയോടെ ആയിരിക്കുമ്പോഴും, കയ്യിൽ പണമില്ലാതെ വലയുമ്പോഴും, സമാധാനമില്ലാതെ നടക്കുമ്പോഴും, എല്ലാ അഡിക്ഷനുകളിലും പെട്ടുപോയി തിരിച്ചു വരാൻ എനിക്ക് സാധിക്കുമോ, ഒരു നല്ല ജീവിതം നയിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചിന്തിച്ച നിമിഷങ്ങളും ഈ ജീവിതാവസ്ഥകളിലൊക്കെയും നമ്മുടെ ഈശോ കൈനീട്ടി സ്നേഹത്തോടെ ഒരു അപ്പനെ പോലെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം മറന്നു പോകാറുണ്ട്. ഈശോയെ, പാപം ചെയ്തുപോയി, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെന്നാൽ മാത്രം മതി. സാരമില്ലടാ, ഞാനില്ലേന്നും പറഞ്ഞ ഈശോ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്തീനോട് പറയുന്നത് പ്രകാരമാണ്: ഞാൻ നിന്നോട് എത്ര ക്ഷമിച്ചു എന്നതിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ക്ഷമ ചോദിക്കുമ്പോഴൊക്കെയും നീ എന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നോമ്പുകാലത്ത് ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഈശോയുടെ കരുണയ്ക്കായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.